പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 10-ാം അധ്യായം 35-ാം വാക്യം. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ അംഗീകരിക്കുന്ന ദൈവമത്രേ. ലോകം ഒരു വ്യക്തിയെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കളെ അംഗീകരിക്കും. ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ മാനിക്കുന്നത് പോലെ നമ്മെ മാനിക്കും. നമ്മെ ഒരു നാളും തള്ളിക്കളയത്തില്ല. പലപ്പോഴും ഹല്ലേലൂയ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, സ്വന്തം നാട്ടിൽ, സ്വന്തം ഭവനത്തിൽ, സ്വന്തം കൂട്ടുകാരുടെ നടുവിൽ ചിലർക്ക് അംഗീകാരം ലഭിക്കത്തില്ല. അവരവനെ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ കണ്ട്, ഒരു സാധാരണ മനുഷ്യനെ പോലെ കണ്ട് പലപ്പോഴും അവഗണിക്കാറുണ്ട്, തള്ളിക്കളയാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമുക്ക് പറയുന്ന ദൂത് ഇതുതന്നെ അത്രേ. ദൈവം നമ്മെ അംഗീകരിക്കും. ഈ രാവിലെ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളെ ആര് അംഗീകരിച്ചില്ലെങ്കിലും, ആര് നിങ്ങളെ തള്ളിക്കളഞ്ഞാലും അവഗണിച്ചാലും, നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇതാ വേദപുസ്തകം പറയുന്നു, ദൈവം അംഗീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിനൊരു മുഖപക്ഷവുമില്ല. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസവും കാണിക്കാതെ ദൈവം എല്ലാവരെയും മാനിക്കുന്ന ദൈവം അത്രേ. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ലെന്ന് നാം വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അവൻ്റെ നീതിയുടെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യത്യാസവുമില്ലാതെ, മുഖപക്ഷമില്ലാതെ എല്ലാവരോടും ഇടപെടുന്ന നമ്മുടെ കർത്താവ് വലിയവരത്രേ. അവനൊരു വ്യത്യാസവുമില്ല. നിങ്ങളുടെ കുടുംബ പേര് നോക്കാതെ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മാഹാത്മ്യം നോക്കാതെ നിങ്ങളെ മാനിപ്പാൻ, നിങ്ങളെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമത്രേ. കുടുംബ പാരമ്പര്യമോ ഹല്ലേലൂയ ആളിൻ്റെ വ്യക്തിപരമായ ജീവിതമോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. അവന് മുഖപക്ഷമില്ല. 2 വേദപുസ്തകം പറയുന്നു, ഏത് ജാതിയിലും അവനെ ഭയപ്പെടുന്ന വ്യക്തിയെ അവൻ അംഗീകരിക്കും. ഏത് ജാതിയിൽ നിന്നായാലും അവനെ ഭയപ്പെടണം. ദൈവത്തെ ഭക്തിയോടെ ബഹുമാനിക്കണം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം പറയുന്നു. യഹോവ ഭക്തിയോടെ നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം മാനിക്കും. നിങ്ങൾക്കറിയാമല്ലോ, യഹോവ ഭക്തനായ ഇയ്യോബിനെ ദൈവം മാനിച്ചു. യഹോവ ഭക്തനായ ഇയ്യോബിനെ ദൈവം അംഗീകരിച്ചു. പലപ്പോഴും കൂട്ടുകാർ ചുറ്റും വന്നതുകൊണ്ട് പലരും പറഞ്ഞു കാണും, നീ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് എന്താ പ്രയോജനം? നിനക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു, നിനക്കുള്ളതൊക്കെ കൈവിട്ടുപോയി. ഇന്ന് ഈ പ്രതിസന്ധിയിലാകാൻ ഹല്ലേലൂയ അതൊരു കാരണമെന്ന് പറഞ്ഞ് പലരും കുറ്റം പറഞ്ഞു കാണും. എന്നാൽ അവൻ തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു. ദൈവത്തോടുള്ള ഭയത്തിൽ അവൻ ജീവിച്ചു. അവൻ്റെ ഭാര്യ പോലും അവനെ അവഗണിച്ചു തള്ളിക്കളഞ്ഞു. എന്നാൽ കർത്താവിനോടുള്ള ഭക്തിയെ വിട്ടുകളയാതെ ദൈവം മുമ്പാകെ മുഴങ്കാലും മടക്കാൻ ഇയ്യോബ് തയ്യാറായി. ഇയ്യോബ് അങ്ങനെ തയ്യാറായപ്പോൾ തിരുവചനം പറയുന്നു, ഇയ്യോബിനെ അവൻ്റെ കൂട്ടുകാരെക്കാട്ടിലും അധികമായി ദൈവം മാനിച്ചു. അവൻ്റെ തെറ്റുകളെ ക്ഷമിച്ച്, അവൻ്റെ കുറവുകളെ മറന്ന് അവനെ പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനായിരുന്നു. ഇയ്യോബിൻ്റെ കർത്താവ് നമ്മുടെയും ദൈവമത്രേ. അവൻ മാനിക്കുന്ന ദൈവം. യഹോവയെ ഭയപ്പെടുന്നവൻ ഹല്ലേലൂയ എല്ലാ കാലത്തും മാനിക്കപ്പെടും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അങ്ങനെ തിരുവചനം പറയുന്നത്. ഇയ്യോബിനെ മാനിച്ചതുപോലെ മൊർദെഖായിയുടെ ചരിത്രവും നമുക്ക് നന്നായിട്ടറിയാം. പലരും മൊർദെഖായിക്കെതിരെ തന്ത്രമുണ്ടാക്കി. മൊർദെഖായി ശത്രുവിൻ്റെ മുമ്പാകെ മുഴങ്കാലും മടങ്ങാതെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് എന്താ പറ്റിയത്? ദൈവം ഹല്ലേലൂയ തക്ക സമയത്ത് രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയിട്ട് ഈ മൊർദെഖായിയെ മാനിച്ചു. അവൻ ഇരുന്ന സ്ഥലത്തു നിന്ന് വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചു. അവൻ്റെ പടിവാതിക്കൽ നിന്ന് വിളിച്ചു വരുത്തി ദൈവം അവനെ മാനിച്ചു. ഈ രാവിലെ സമയം കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ വിളിച്ചു വരുത്തി മാനിപ്പാൻ, നിന്നെ വിളിച്ചു വരുത്തി ഉയർത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. വിളിച്ചു വരുത്തി മാനിക്കുന്ന ദൈവം, അതാ നമ്മുടെ ദൈവം. ഇന്ന് രാവിലെ സമയത്തും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവ പൈതലേ, വിളിച്ചു വരുത്തി ഈ ദിവസങ്ങളിൽ
കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ വിചാരങ്ങളിലും വലുതായി നിങ്ങളെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അവൻ വിളിച്ച് വരുത്തി മാനിക്കും. ഇതാ മൂന്നാമതായി പറയുന്നു, നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നീതിയുടെ പ്രവൃത്തി ചെയ്യാൻ നാം തയ്യാറാകണം. നീതിയുള്ള ദൈവം നീതിമാന്മാരെ അന്വേഷിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് അവനോട് പ്രാഗൽഭ്യമുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മെ ഏൽപ്പിച്ച ഓരോ ജീവിത സാഹചര്യത്തെയും നമുക്കൊന്ന് വിലയിരുത്താം, നമുക്കൊന്ന് ചിന്തിക്കാം. നാം നീതിയോടാണോ പ്രവർത്തിക്കുന്നത്? ദൈവം ഏൽപ്പിച്ച വേലകൾ വിശ്വസ്തയോടാണോ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അവനെ ദൈവം അംഗീകരിക്കും. നമ്മുടെ പ്രവൃത്തി മനുഷ്യരെ കാണുന്ന പ്രവൃത്തികളല്ലല്ലോ. നാം വേറെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം ഭയഭക്തിയോടുകൂടെ ജീവിക്കണം. നിങ്ങൾക്കറിയാം ജോസഫിൻ്റെ ജീവിത ചരിത്രം. ജോസഫ് പോയ സ്ഥലങ്ങളിൽ ആരും ജോസഫിനെ കണ്ടില്ല. ജോസഫിന് ഏത് പാപം ചെയ്താലും ആരും കുറ്റം വിധിക്കാനുമില്ല. എന്നിട്ടും ജോസഫ് ഒരു കാര്യം പറഞ്ഞു. ജോസഫ് പറഞ്ഞു, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജോസഫ് ഏൽപ്പിച്ചപ്പോൾ ജോസഫിനെ ദൈവം മാനിച്ചു. ദൈവം ജോസഫിനെ ആദരിച്ചു. അതേ കർത്താവ് ഇന്ന് രാവിലെയും നമ്മെ ആദരിപ്പാൻ, നമ്മെ മാനിപ്പാൻ വിശ്വസ്തനത്രേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ട് അവൻ നമ്മെ അംഗീകരിക്കും. തക്ക സമയത്ത് അവൻ നമ്മെ മാനിക്കും, അവൻ നമ്മെ ഉയർത്തും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.